നമസ്കാരം. കേരളത്തിലെ സമസ്ത മേഖലകളും പൊളിറ്റിക്കൽ ഇസ്ലാം കൈയടക്കുകയാണ്. മൂവാറ്റുപുഴയിലെയും ഈരാറ്റുപേട്ടയിലെയും സംഭവങ്ങൾ ഒറ്റപ്പെട്ടതായി കാണാനാവില്ല. കേരളത്തിൽ ഇസ്ലാമിക ഭീകരവാദവും താലിബാനിസവും ശക്തി പ്രാപിക്കുകയാണ്. കേരളത്തിലെ സമകാലീന രാഷ്ട്രീയ സാഹചര്യത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാം ശക്തി പ്രാപിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടുകയാണ്. കാഞ്ഞിരപ്പള്ളി സെൻട്രൽ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടന്ന മത്സരം ഇക്കാര്യത്തിൽ എടുത്തു പറയേണ്ടതുണ്ട്. ബാങ്കിന്റെ ഭരണസമിതിയിലേക്ക് 2 പാനലുകളാണ് മത്സര രംഗത്തെത്തുന്നത്. ഒരു പാനൽ UDFും മറ്റൊന്ന് സഹകരണ സംരക്ഷണ മുന്നണി എന്ന പേരിലുള്ള പാനലും ആയിരുന്നു. 2 പാനലിലും പട്ടികജാതി സ്ഥാനാർത്ഥി ഒഴികെ ബാക്കി എല്ലാവരും മുസ്ലിം നാമധാരികൾ മാത്രം. കാഞ്ഞിരപ്പള്ളിയിലും ഈരാറ്റുപേട്ടയിലും ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങൾ പൂർണ്ണമായും ഇല്ലാതായോ എന്നാണ് സംഭവത്തെപ്പറ്റി അറിഞ്ഞവർ എല്ലാം ചോദിച്ചത്. കേരളത്തിലെ മറ്റ് ജനവിഭാഗങ്ങൾ ഈ സംഭവങ്ങളെ എങ്ങനെ കാണുന്നു എന്നത് പരമപ്രധാനമാണ്. ഞങ്ങളെ ഇതൊന്നും ബാധിക്കില്ല എന്ന മനോഭാവത്തോടെ പഴയകാല ഹൈന്ദവ ബുദ്ധമത വിഭാഗങ്ങൾ ആലസ്യത്തിൽ അമർന്നതിന്റെ പരിണിത ഫലമാണ് ഇതൊക്കെ. വൈദേശിക ആധിപത്യത്തിന് പിറകെ അയോധ്യയും മധുരയും കാശിയും അടക്കം ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ അന്യാധീനപ്പെട്ടതും നളന്ദ, തക്ഷശില തുടങ്ങിയ സർവകലാശാലകളുടെ തകർച്ച ഉൾപ്പെടെ തുടർന്ന് നടന്ന പ്രതിഭാസങ്ങളായിരുന്നു. ജനസംഖ്യയുടെ ശതമാനം കൂടുന്നതിനനുസരിച്ച് ഇസ്ലാമിക ജനസമൂഹം അവകാശങ്ങളും അധികാരങ്ങളും കൂടുതൽ ആവശ്യപ്പെടുകയും ശരിയായ നിയമവും മതബോധന സമ്പ്രദായവും തങ്ങളുടെ മതത്തിന് അനുസരിച്ച് മറ്റുള്ളവർ ജീവിക്കണമെന്നും ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്ന സ്ഥിതി വിശേഷത്തിലേക്ക് രാജ്യങ്ങൾ തന്നെ മാറുന്നത് നമ്മൾ കാണുകയാണ്. ജനസംഖ്യ പൂർണ്ണമായും മുസ്ലിം ലീഗുകളായി ദാറുൽസലാം ആയി പ്രഖ്യാപിക്കുകയാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ രാഷ്ട്രീയ അജണ്ട. ഏത് നാട്ടിലും മുഖ്യ രാഷ്ട്രീയ പാർട്ടികളിൽ കൂടി കടന്നു കയറി തങ്ങളുടെ മതത്തിന്റെ സ്വാധീനം കൂട്ടുകയും തങ്ങളുടെ മതത്തിൽപ്പെട്ടവരെ മാത്രം വിജയിപ്പിച്ചെടുക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ തന്ത്രമാണ് പൊളിറ്റിക്കൽ ഇസ്ലാം എല്ലാ കാലത്തും പയറ്റി വരുന്നത്. ഇസ്ലാം മതം വിട്ട് സ്വതന്ത്രനായി മാറിയ അലി നിസ എന്ന സ്വിസ് പൗരൻ തയ്യാറാക്കിയിട്ടുള്ള രേഖയനുസരിച്ച് ഇസ്ലാമിക ജനസമൂഹത്തിന്റെ വർധനയനുസരിച്ച് ഓരോ രാജ്യത്തും എങ്ങനെയാണ് പെരുമാറുക എന്ന് വളരെ വ്യക്തമായി വരച്ച് കാട്ടിയിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ്. പ്രശസ്ത എഴുത്തുകാരനായ അൻവർ ഷെയ്ഖ് അദ്ദേഹത്തിന്റെ വിഖ്യാതമായ പുസ്തകങ്ങളിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ തന്ത്രം വ്യക്തമായി തുറന്നു കാട്ടുന്നുണ്ട്. ഒരു മതം എന്നതിലുപരി അറബ് സാമ്രാജ്യത്വം ലോകം മുഴുവൻ വ്യാപിപ്പിക്കുകയാണ് ഇസ്ലാമിന്റെ രാഷ്ട്രീയ അജണ്ട ശ്രമിക്കുന്നത്. കാഞ്ഞിരപ്പള്ളി സെൻട്രൽ ബാങ്കിൽ മുസ്ലിംകളെ മാത്രം സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് മത്സരിക്കാൻ കഴിയുന്ന സാഹചര്യം ഇടതു മുന്നണിക്കും വലതു മുന്നണിക്കും ഒരുപോലെ ഉണ്ടാകുന്നതാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ സ്വാധീനം അഥവാ ദുസ്വാധീനം. അത് മനസ്സിലാക്കി ഇതിനെതിരെ അതിശക്തമായ ദുർവികാരണം കേരളത്തിൽ ഉണ്ടായില്ലെങ്കിൽ സമീപഭാവിയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ മാത്രം കേരളം ഭരിക്കുന്ന സാഹചര്യം പോലും ഉണ്ടാകും. രാഷ്ട്രീയത്തിന്റെ പേരിൽ അസംഘടിതരായി നിൽക്കുന്ന ഹിന്ദു ക്രൈസ്തവ സമൂഹങ്ങൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ സമീപഭാവിയിൽ തന്നെ കേരളത്തിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം സംജാതമാവുകയും ചെയ്യും. PT കുഞ്ഞുമുഹമ്മദിന്റെ പുസ്തകത്തിൽ നിന്ന് ഉദ്ധരിച്ച ഒരു ഭാഗം ചോദ്യ പേപ്പറിൽ ഉൾപ്പെടുത്തിയ പ്രൊഫസർ TJ ജോസഫിന്റെ ഇസ്ലാമിക ജിഹാദി ഭീകരർ വെട്ടിയെടുത്ത് നടക്കുന്ന സംഭവം കേരളം എങ്ങനെയാണ് മറക്കുക? കയ്യും കാലും വെട്ടിയ ഭീകരതയോട് പൊറുക്കുക മാത്രമല്ല, അവർക്ക് മുന്നിൽ മുട്ടുമടക്കി അന്നത്തെ രാഷ്ട്രീയ നേതൃത്വവും ക്രൈസ്തവ സഭകളും പൊതുസമൂഹവും കീഴടങ്ങുന്നതാണ് പിന്നീട് കാണുന്നത്. പ്രൊഫസർ ജോസഫിനെ തള്ളിപ്പറഞ്ഞ സഭാ വസ്തുതകൾ ശരിയായി വിലയിരുത്തുകയോ അന്വേഷിക്കുകയോ ചെയ്യാതെ കോളേജിൽ നിന്ന് പുറത്താക്കുകയും അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ വഴിമുട്ടിക്കുന്ന രീതിയിലേക്കാണ് നീങ്ങുന്നത്. ആശുപത്രിയിൽ ഒപ്പം നിന്ന ഭാര്യ പിന്നീട് ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം വരെ ഉണ്ടായി. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന MA ബേബി പ്രൊഫസർ ജോസഫിനെ അപമാനിക്കുന്ന രീതിയിലുള്ള പരാമർശമാണ്
അന്ന് നടത്തുന്നത്. മൂവാറ്റുപുഴ നിർമ്മല കോളേജിനുള്ളിൽ നിസ്കരിക്കാൻ സ്ഥലം വേണമെന്നാണ് ഇസ്ലാമിക ജിഹാദികളുടെ പിന്തുണയോടെ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത്. വനിതകളുടെ വിശ്രമമുറി നിസ്കാരത്തിന് ഉപയോഗിച്ചതിനെതിരെ കോളേജ് അധികൃതർ നിലപാടെടുത്തപ്പോൾ അതിനെതിരെ സമരവുമായി വന്നത് MSFഉം SFIയും ആയിരുന്നു. MSF മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടന എങ്കിൽ SFI ഒരു മതത്തിനോടും കൂറില്ലെന്ന് ഇപ്പോഴും പറയുന്ന CPMന്റെ വിദ്യാർത്ഥി സംഘടനയാണ്. ഈ രണ്ട് വിദ്യാർത്ഥി സംഘടനകളിലൂടെ പോലും ഇസ്ലാം കടന്നു വരികയാണ്. SFI കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയോ ജിഹാദികളുടെയോ എന്ന് തീരുമാനിക്കുകയും തിരിച്ചറിയുക കൂടി ചെയ്യേണ്ടിയിരിക്കുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഹിജാബ് ധരിച്ച് സർജറി ചെയ്യാൻ അനുവദിക്കണം എന്ന് ഉയർന്നതും അടുത്തിടെയാണ്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ സ്കൂൾ യൂണിഫോമിന് പകരം മതവേഷവിധാനം അനുവദിക്കണമെന്ന ആവശ്യം ഉയർന്നതും കേരളത്തിലാണ്. 50 വർഷം മുമ്പുള്ള കേരളത്തിൽ ഹിജാബും ബുർഖയും ധരിച്ച് പോകുന്ന മുസ്ലിം സ്ത്രീകൾ ഉണ്ടായിരുന്നില്ല. പെൺകുട്ടികൾ തട്ടമിടുക മാത്രമാണ് ചെയ്തിരുന്നത്. ഇന്ന് ക്യാമ്പസുകളിൽ ഉണ്ടായിട്ടുള്ള ജിഹാദ്, പൊളിറ്റിക്കൽ ഇസ്ലാം കടന്നുകയറ്റം അന്ന് ഇപ്പോഴുള്ള സംഭവ വികാസങ്ങൾക്ക് കാരണമായിട്ടുള്ളത്. ഇന്ന് ക്യാമ്പസുകളിൽ ഉണ്ടായിട്ടുള്ള ജിഹാദ്, പൊളിറ്റിക്കൽ ഇസ്ലാം കടന്നുകയറ്റം ആണ് ഇപ്പോഴുള്ള സംഭവ വികാസങ്ങൾക്ക് കാരണമായിട്ടുള്ളത്. മൂവാറ്റുപുഴ നിർമ്മല കോളേജിന്റെ 300 അടി ചുറ്റുവട്ടത്ത് 3 മുസ്ലിം പള്ളികളാണ് ഉള്ളത്. സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ വരെ സൗകര്യമുള്ള മുസ്ലിം പള്ളികൾ തൊട്ടടുത്ത് ഉള്ളപ്പോഴാണ് കോളേജിന്റെ അകത്തു തന്നെ നിസ്കാരപുര വേണമെന്ന് പിടിക്കുന്നതെന്ന് ഓർക്കണം. നാളെ ചിന്മയ മിഷന്റെയും അമൃതാനന്ദമയി മഠത്തിന്റെയും കോളേജുകളിലും NSSന്റെയും SNDPയുടെയും കോളേജുകളിലും ഇതേ ആവശ്യം ഉയർന്നു വരും എന്നല്ലേ ഇത് വിളിച്ചു പറയുന്നത്? ടെക്നോ പാർക്കിലും ഇൻഫോ പാർക്കിലും അടക്കം IT സ്ഥാപനങ്ങളിൽ പോലും ഇത്തരം ആവശ്യങ്ങളുമായി പൊളിറ്റിക്കൽ ഇസ്ലാം ജിഹാദി ഭീകരർ രംഗത്ത് വരുന്നു എന്ന കാര്യം കൂടി പ്രബുദ്ധ കേരളം അറിയണം. മൂവാറ്റുപുഴ നിർമ്മല കോളേജിലും മറ്റ് മതസ്ഥരുടെ നിസ്കാരത്തിന് പ്രത്യേക സൗകര്യം വേണമെന്ന് ആവശ്യപ്പെടുന്നവർ MESന്റെ അടക്കമുള്ള മറ്റ് മുസ്ലിം സ്ഥാപനങ്ങളിൽ ഇത്തരം മതസ്ഥർക്ക് ആരാധന സൗകര്യം അനുവദിക്കാൻ തയ്യാറാകുമോ എന്ന ചോദ്യം ഇവിടെ ബാക്കിയുണ്ട്. ഒരു കലാലയത്തിൽ പഠിക്കാൻ എത്തുന്ന കുട്ടികൾ വിദ്യാലയത്തിന്റെ നിയമവും വേഷവിധാനവും അനുസരിക്കേണ്ടതുണ്ട്. അതല്ല എങ്കിൽ പൊതുസ്ഥാപനങ്ങളിൽ വരുന്നതിന് പകരം തങ്ങളുടെ മതത്തിന്റെ മാത്രം സ്ഥാപനങ്ങളിൽ മതനിയമം അനുസരിച്ച് പഠിക്കാനും ജീവിക്കാനും അവർ ശ്രമിക്കുകയാണ് വേണ്ടത്. എല്ലാ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തങ്ങളുടെ മതത്തിനും മതത്തിന്റെ ചട്ടത്തിനും സൗകര്യത്തിനും അനുസരിച്ച് പോകണം എന്ന് ശാഠ്യം പിടിക്കുന്നത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. സംഘടിത ഇസ്ലാമിക സമൂഹത്തിന് വോട്ട് ബാങ്കിന്റെ ശക്തിയുണ്ട് എന്ന് കരുതി മറ്റ് മതവിഭാഗങ്ങളുടെ ആരാധനാലയങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കടന്നു കയറി എന്തും ചെയ്യാൻ കഴിയും എന്ന് കരുതുന്നത് അംഗീകരിക്കാൻ പറ്റുന്നതല്ല, അംഗീകരിക്കാൻ പറ്റാത്തതാണ്.